ഓരോ തൊഴിലിനും അതിൻ്റെതായ വിലയുണ്ട്, മാന്യതയുണ്ട്. അത് മറ്റൊരാളുടെ മേൽ മേനി നടിച്ചുകൊണ്ട് ആ രൂപത്തിൽ അഹംഭാവം കാണിക്കുവാനുള്ളതല്ല എന്ന വ്യക്തവും ശക്തവുമായ കാഴ്ചപ്പാടാണ് ഇസ്ലാം ഇതിലൂടെ മനുഷ്യരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു ചെയ്തിട്ടുള്ള ഈ വലിയ അനുഗ്രഹം ഗാർഹിക തൊഴിലാളികളുടെ കാര്യത്തിൽ, നമ്മുടെ വീട്ടിലെ ജോലിക്കാരുടെ കാര്യത്തിൽ, ഹൗസ് ഡ്രൈവർമാരുടെ കാര്യത്തിൽ, കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്ന തോട്ടം തൊഴിലാളികളുടെ കാര്യത്തിൽ, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആരായിരുന്നാലും അത്തരത്തിലുള്ള ലേബർമാരുടെ കാര്യങ്ങളിൽ ഒക്കെ ഇസ്ലാമിന് കൃത്യവും വ്യക്തവുമായ നിയമങ്ങളുണ്ട്, നയങ്ങളുണ്ട്. രാജ്യത്തിൻ്റെതായ ലേബർ നിയമങ്ങളും കർശനമായ തത്വങ്ങളും ആ വിഷയത്തിൽ വെച്ചു പുലർത്തുന്ന ആ മേഖലയിലെ നിയമങ്ങളും ഇന്ന് നിലവിലുണ്ട്. ഇതൊക്കെ പാലിച്ച് ജീവിക്കലാണ് ആ മേഖലയിൽ നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ. അള്ളാഹു ചെയ്ത ഈ അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ടത് അപ്രകാരമാണ്. അവരോട് നല്ല പെരുമാറ്റത്തിലൂടെ, നല്ല ഇടപെടലൂടെ. കാരണം തനിക്ക് കീഴിലുള്ള മനുഷ്യരോട്, തനിക്ക് വേണ്ടി നന്മ ചെയ്തു തരുന്ന മനുഷ്യരോട് നന്ദി കാണിക്കാത്തവർക്ക് അള്ളാഹുവിനോട് നന്ദി കാണിക്കാനാവില്ലല്ലോ. മല്ലം യശ്കുരിന്നാസ് ലം യശ്കുരില്ലാഹ്. ജനങ്ങളോട് നന്ദി പറയാത്തവൻ, ഒരു നന്ദിയുടെ വാക്ക് പോലും പറയാത്തവൻ അള്ളാഹുവിനോട് അത് കാണിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കീഴിൽ അവർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ നാടും കുടുംബവും വിട്ട് അവർ നമ്മോടൊപ്പം കഴിയുന്നത് അവർക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, അവരുടെ കുടുംബം പോറ്റുവാൻ തന്നെയാണ്, അവരുടെ ജീവിത നിവൃത്തിക്ക് വേണ്ടി തന്നെയാണ് അവർ വരുന്നത്, നമുക്ക് വേണ്ടി വേല ചെയ്യുന്നത്, നമുക്ക് വേണ്ടി തൊഴിലെടുക്കുന്നത്, നമ്മുടെ കീഴിൽ അവർ പ്രവർത്തിക്കുന്നത്.